ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 9ഉം 10ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 64 ഗോവിന്ദാഭിഷേകം ശ്ലോകം 9. സ്ഫുരത്പരാനന്ദരസപ്രവാഹ പ്രപൂർണ കൈവല്യമഹാപയോധൗ ചിരം നിമഗ്നാ ഖലു ഗോപസംഖാ ത്വയൈവ ഭൂമൻ പുനരുദ്ധൃതാസ്തി. നമുക്കതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. സ്ഫുരത് പരാനന്ദ രസപ്രവാഹ പ്രപൂർണ കൈവല്യ മഹാപയോധൗ ചിരം നിമഗ്നാ ഖലു ഗോപസംഖാ ത്വയൈവ ഭൂമൻ പുനർ ഉദ്ധൃതാസ്തേ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. സ്ഫുരത് പരാനന്ദ രസപ്രവാഹ പ്രപൂർണ കൈവല്യ മഹാപയോധൗ. ഒന്നിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. പ്രഭ ചൊരിയുന്ന പരയുടെ ആനന്ദരസത്തിൻ്റെ പ്രവാഹത്തിൻ്റെ പരിപൂർണതയാകുന്ന മോക്ഷമാകുന്ന മഹാസമുദ്രത്തിൽ ചിരം വളരെ നേരം നിമഗ്ന ലയിച്ചുപോയ തേ ആ ഗോപസംഖാ ഗോപസമൂഹം ഭൂമൻ ബ്രഹ്മസ്വരൂപനായ ഭഗവൻ ത്വയാ ഏവ അങ്ങയാൽ തന്നെ പുനഃ പിന്നീട് ഉദ്ധൃത ഖലു ഉദ്ധരിക്കപ്പെട്ടവരായി. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. സ്ഫുരത് പ ഫ, രണ്ടാമത്തെ ഫ എന്നാണ് സ്ഫു എന്നുള്ളത്. നന്നായിട്ട് ഊന്നി പറയണം. ഫു എന്നായി പോവരുത്. സ്ഫുരത് എന്നാണ്. പരാനന്ദരസ എന്ത് എന്നുള്ളത് ന ദ എന്നാണ്. പ്രവാഹ പ്രപൂർണ അതൊന്നിച്ചിട്ടാണ്, അവിടെ ചെറിയ വര ഇട്ടിട്ടുണ്ട്, അവിടെ ഒന്നിച്ച് ചൊല്ലണം. പ്രപൂർണ കൈവല്യ മഹാപയോധൗ, ധൗ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ചിരം നിമഗ്ന അവിടെ വിസർഗം, അപ്പോൾ വിസർഗം പറയണം. ഖലു ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഗോപസംഖാസ്ത്വയൈവ അങ്ങനെയും ചൊല്ലാം. ഗോപസംഖാ എന്ന് അവിടെ നിർത്തിയിട്ട് പിന്നെ ത്വയൈവ അങ്ങനെ ചൊല്ലാം. അത് ചേർത്തിട്ടും ചൊല്ലാൻ പറ്റും. ഗോപസംഖാസ്ത്വയൈവ. ഗോപസംഖാ, സംഖ എന്നുള്ള ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഭൂമൻ ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പുനരുദ്ധൃതാസ്തേ, ദൃ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. പുനർ ഉദ്ധൃതാസ്തേ അത് ചേർത്തിട്ടാണ് പുനരുദ്ധൃതാസ്തേ, ദൃ നന്നായിട്ട് ഊന്നി പറയണത്. അങ്ങനെ നിർത്താം. സ്ഫുരത് പരാനന്ദരസ പ്രവാഹ പ്രപൂർണ കൈവല്യ മഹാപയോധൗ ചിരം നിമഗ്നാ ഖലു ഗോപസംഖാ ത്വയൈവ ഭൂമൻ പുനരുദ്ധൃതാസ്തി. അടുത്തത് 10ാമത്തെ ശ്ലോകം. കരപതരവദേവം ദേവകുത്രാവതാരേ പരപദമനവാപ്യം ദർശിതം ഭക്തിഭാജാം തദിഹ പശുപരൂപീ ത്വം ഹി സാക്ഷാത് പരാത്മാ പവനപുരനിവാസിൻ പാഹി മാം ആമയേഭ്യ. ഈ ശ്ലോകം പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. കരബദരവത് ഏവം ദേവ കുത്രാവതാരേ പരപദം അനവാപ്യം ദർശിതം ഭക്തിഭാജാം തദിഹ പശുപരൂപീ ത്വം ഹി സാക്ഷാത് പരാത്മാ പവനപുരനിവാസിൻ പാഹി മാം ആമയേഭ്യ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ദേവ ഭഗവൻ, ഏവം ഇപ്രകാരം, അനവാപ്യം പ്രാപിക്കാൻ വിഷമമുള്ള, പരപദം തൻ്റെ ബ്രഹ്മപദം അല്ലെങ്കിൽ വൈകുണ്ഠം, ഭക്തിഭാജാം ഭക്തന്മാർക്ക്, കരബദരവത് കയ്യിലിരിക്കുന്ന ലന്തക്കുരു എന്ന പോലെ, കുത്ര ഏതൊരു, അവതാരേ അവതാരത്തിലാണുള്ളത്, ദർശിതം കാണിക്കപ്പെട്ടിട്ടുണ്ട്, തത് ഹി അതിനാൽ തന്നെ, ഇഹ ഈ ലോകത്ത്,
പശുപരൂപീ ഗോപരൂപിയായിരിക്കുന്ന ത്വം അങ്ങ് സാക്ഷാത് പ്രത്യക്ഷമായ പരാത്മൻ പരമാത്മസ്വരൂപനെ പവനപുരനിവാസിൻ ഗുരുവായൂർ വാഴുന്നവനെ മാം എന്നെ ആമയേഭ്യ ദുഃഖങ്ങളിൽ നിന്ന് പാഹി അവിടുന്ന് രക്ഷിച്ചാലും. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. കരബദരവത് ഏവം ദേവ ചേർത്തിട്ട് കരബദരവദേവം ദേവ. ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. കുത്രാവതാരേ പരപദമനവാപ്യം. പരപദം അനവാപ്യം അത് ചേർത്തിട്ടാണ് പരപദമനവാപ്യം. ദർശിതം ഭക്തിഭാജാം. ഭക്തി ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കാത്ത എന്നാണ് തി എന്നുള്ളത്. ഭക്തി ഭാജാം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തദിഹ പശുപരൂപീ ത്വം ഹി സാക്ഷാത്. ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പരാത്മാ. പരാത്മാ ത് മ എന്ന് ചേർത്തിട്ട് മാ. പരാത്മാ പവനപുരനിവാസിൻ പാഹി മാം ആമയേഭ്യ. അവിടെ ചേർത്തിട്ട് 3 മാ എന്നുണ്ട്. അത് നമ്മൾ വായിക്കേണ്ടത് പാഹിമാം ആമയേഭ്യ അങ്ങനെയാണ്. മാമാന്നൊന്നും അങ്ങനെയൊന്നും വായിക്കരുത്. പാഹിമാം ആമയേഭ്യ. ലാസ്റ്റിൽ വിസർഗം അങ്ങനെ നിർത്താം. കരപദരവദേവം ദേവകുത്രാവതാരേ പരപദമനവാപ്യം ദർശിതം ഭക്തിഭാജാം. തദിഹ പശുപരൂപീ ത്വം ഹി സാക്ഷാത് പരാത്മാ പവനപുരനിവാസിൻ പാഹി മാം ആമയേഭ്യ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.